ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കാൻ സ്തോത്രം ചെയ്യുക. അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവന്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു. പ്രിയ മക്കളെ, കർത്താവായ യേശുക്രിസ്തു ഹല്ലേലൂയ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ പലരും പലതിലും വിസ്മയിക്കുന്നതായിട്ട്, അതിശയിക്കുന്നതായിട്ട്, ആശ്ചര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറയുകയാണ് അവർ വിസ്മയിച്ചു. ഹല്ലേലൂയ. നോക്കൂ, 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ കബർനഹൂമിലേക്ക് പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു. അവന്റെ ഉപദേശത്തിങ്കിൽ അവർ വിസ്മയിച്ചു. അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവർ ഉപദേശിക്കുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, സകലത്തിന്മീതെ അധികാരമുള്ളവൻ, സാത്താന്റെ മേലും ഭൂതങ്ങളുടെ മേലും അധികാരമുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, മർക്കോസ് സുവിശേഷത്തിൽ തന്നെ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അധികാരത്തോടെ പറഞ്ഞയക്കുന്നത്. ഹല്ലേലൂയ. 16 മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യത്തിൽ നമുക്ക് ഹല്ലേലൂയ കാണാൻ കഴിയുന്നുണ്ട്. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. നോക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അധികാരത്തോടെ പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരത്തിലുള്ള വ്യക്തികൾക്കാണ് ഇത് ചെയ്യുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അപ്പൻ നമ്മളെ പറഞ്ഞയക്കുകയാണോ അവിടെ വിടുതൽ അനുഭവിക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സുന്ദരം എന്ന ഹല്ലേലൂയ ഗോപുരവാതിക്കൽ ഹല്ലേലൂയ അവിടെ ദിനംപ്രതി ഇരുത്തുന്നതായ ഒരു മുടൻ തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവിടെ ഹല്ലേലൂയ എന്താ, എല്ലായ്പ്പോഴും എല്ലാവരോടും അവരെ ഹല്ലേലൂയ ആ മുടന്തൻ ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ പത്രോസ് യോഹന്നാനും പോയപ്പോൾ അവനെ ഉറ്റുനോക്കിയപ്പോൾ അവരോടും ചോദിച്ചു കാണും. പക്ഷെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക. പ്രിയ ദൈവമക്കളെ, നോക്കൂ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറയുവാനുള്ള അധികാരം യേശുപ്പന്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുപ്പച്ചന്റെ അധികാരത്തോടെ നമ്മൾ ഹല്ലേലൂയ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുവാൻ എല്ലാം കഴിയും. അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അപ്പന്റെ നാമത്തിൽ ചെയ്യുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാൻ. ഹല്ലേലൂയ. നോക്കൂ, ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഇന്നത്തെ പോലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, ഇവനിതൊക്കെ എങ്ങനെയാ ചെയ്യാൻ സാധിക്കുന്നത്, ഇവരുടെ ഹല്ലേലൂയ ചർച്ചിൽ പോയി ഈ വിടുതൽ നടക്കുവോ, ഇവർ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമോ, ഇങ്ങനൊക്കെ ചോദിക്കുന്നവരുടെ മധ്യത്തിൽ ഹല്ലേലൂയ യേശു ക്രിസ്തു ഹല്ലേലൂയ പറഞ്ഞയക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രിയ മക്കളെ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, എല്ലാവരും ആശ്ചര്യപ്പെടുമാറെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഹല്ലേലൂയ ഇടയായിത്തീരും. ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കർത്താവിന്റെ ഹല്ലേലൂയ നാമത്തിൽ വിടുതൽ നടക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നോക്കൂ, യേശുപ്പച്ചൻ എന്താ പറയുന്നത്, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസ
വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ദൈവിക വിടുതല് ഇന്നും നടക്കും. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നമുക്ക് മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഹല്ലേലൂയ നോക്കൂ, ഒരു മനുഷ്യൻ, അതിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ചു, നസ്രയനായ യേശുവേ, ഞങ്ങൾക്ക് നിനക്കും തമ്മിലെന്ത്? ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. നോക്കൂ, അശുദ്ധാത്മാവുള്ള വ്യക്തിയും വിളിച്ചു പറയുന്നു, നീ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധൻ. ഇന്ന് പ്രിയ മക്കളെ, നമുക്ക് തിരിച്ചറിയണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, ആ സാന്നിധ്യം, ആ അധികാരം മനസ്സിലാക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്ക നിലവിളിച്ചവനെ വിട്ടുപോയി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു, ഇതെന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു, അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ ബാധിച്ചു കൊണ്ടിരിക്കുന്നു. അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ നാമം ഇന്നും ഹല്ലേലൂയ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പന്റെ നാമത്തിൽ നിന്ന് വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സുവിശേഷം നാടൊട്ടൊക്കെ പരന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തോട് മുന്നേറാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ കർത്താവിന്റെ വചനം എവിടെയും ഘോഷിപ്പാൻ അധികാരത്തോടെ നമുക്കും ഇടയായി തീരട്ടെ. അപ്പനെ അറിഞ്ഞ ആരെയും അപ്പൻ കൈവിടില്ല. ഹല്ലേലൂയ. അധികാരത്തോടെ യേശുവിന്റെ നാമം ഉയർത്താം. യേശു വലിയവൻ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ എവിടെയും സത്യസുവിശേഷം അറിയുവാൻ, ഉപദേശിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് നമുക്കായി തീരാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ അധികാരത്തോടെ യേശു അപ്പച്ചൻ പറഞ്ഞയക്കുന്നിടത്ത് പോയി സത്യസുവിശേഷം പറയുവാൻ ദൈവമേ കൃപ കൊടുക്കണമേ. അധികാരത്തോടെ ഹല്ലേലൂയ ചിലത് ചെയ്തെടുക്കുവാൻ, രോഗികളുടെ മേൽ കൈവയ്ക്കുവാൻ ഹല്ലേലൂയ അധികാരത്തോടെ ചെയ്യുവാനുള്ള കൃപ ദൈവം കൊടുക്കണം. വിടുതൽ നടക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവെ സമ്പൂർണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ മക്കളെ, നമുക്ക് മുന്നേറാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിനായി നോക്കി പാർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.